ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് സംവിധാനം ചെയ്ത LIK എന്ന സിനിമ പ്രദീപ് രംഗനാഥനാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. 2040 കഥ നടക്കുന്നത്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം എന്ന് പറയുമ്പോൾ അന്നത്തെ ജനതയുടെ രീതികൾ, വസ്ത്രം, വാഹനങ്ങൾ, ജോലി എന്നിങ്ങനെ പലതും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. വിഘ്നേഷ് അതിൽ പാതി വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ധീമ എന്ന ക്യാരക്ടറിൻ്റെ വസ്ത്രം, വീട്, പിന്നെ LIK എന്ന് പറഞ്ഞ ആപ്പ്, പിന്നെ ഗാഡ്ജറ്റ്സ് എന്നിങ്ങനെ ചിലതൊക്കെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആ വേൾഡ് ബിൽഡ് ചെയ്യണതിൽ ഒരു എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു പാസ് മാർക്കൊക്കെ കൊടുക്കാം. പിന്നെ അനിരുദ്ധിൻ്റെ സോങ്ങുകൾ, ക്യാമറ, അതൊക്കെ അടിപൊളി തന്നെയാണ്. പൈസ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടെന്ന് നമുക്കത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ്. ഭാവിയിൽ ടെക്നോളജിയുടെ മോശം വശങ്ങൾ കാരണം, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എന്ന കാര്യമുണ്ടെങ്കിൽ പോലും ഒരു പഴയ ഓഞ്ഞ ലവ് സ്റ്റോറി തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് റബ്ബർ ബാൻഡ് വലിഞ്ഞു പൊട്ടുന്ന രീതിയിൽ വലിച്ച് നീട്ടിയിട്ടുണ്ട്. അങ്ങനെ നീട്ടി നായകനും നായികയും തമ്മിൽ പ്രണയത്തിലായി. അവർക്കൊരു പ്രശ്നം ഉണ്ടാവും. അത് നമുക്കറിയാൻ പറ്റും, എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഇടവേള വരെ നമ്മൾ എന്താണ് ആ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതെന്ന് നമ്മൾ ഇടവേള വരെ കാത്തിരിക്കണം. അതിന് ശേഷമുള്ള നായകൻ വില്ലൻ കോൺഫ്ലിക്റ്റ് അതൊന്നും പടത്തിൽ കാര്യമായിട്ട് വർക്കായിട്ടേ ഇല്ല. പടത്തിലെ ഇമോഷൻ സീനുകൾക്ക് ഒരു വക ഇമ്പാക്റ്റും ഇല്ലാതെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. 2.5 മണിക്കൂർ അധികമുള്ള പടം നല്ല പോലെ നമ്മളെ ലാഗടിപ്പിച്ച് ബോറടിപ്പിച്ച് നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളതിനെ എത്തിക്കുന്നുണ്ട്. പ്രദീപ് രാഘവ് നല്ല എഡിറ്റർ ആണെങ്കിൽ പോലും ഈ പടത്തിൽ പുള്ളിയുടെ മോശം വർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നായകൻ വില്ലനെ ചലഞ്ച് ചെയ്യുകയാണ്. പിന്നീടുള്ള സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരണമെങ്കിൽ നമ്മൾ ഏതാണ്ട് വർഷങ്ങൾ അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യേണ്ടി വരും. അതേപോലെയൊക്കെ തോന്നി. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു. അങ്ങനെ നമ്മളതിനെ വെറുപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഫൈറ്റ് സീൻ വരുന്നത് പോലെ കാണിക്കും. അതിൻ്റെ സ്റ്റേജിങ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അവസാനം റോബോട്ടായിട്ടുള്ള ഫൈറ്റ്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. ഈ സിനിമ കാശ് മുടക്കിയ ആൾക്കാരെ ആലോചിച്ചിട്ട് ഇത്രയും നല്ലൊരു ക്രൂവിനെ കിട്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മാരക അപരാധം. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ മൊബൈലും കൂടി കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പണ്ടാറടങ്ങിപ്പോവും. അത്രേ പറയാനുള്ളൂ. ഇത്രയും അപരാധിച്ചൊരു സിനിമ, എൻ്റെ സമയവും വേസ്റ്റായി, ഒരുപാട് പ്രഷറും തന്ന് ക്ഷമയുടെ നെല്ലിപ്പടിയും കാണിച്ച ഒരു പടം വേറെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാം. പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.